ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എനിക്കൊരു സാധനം കിട്ടിയില്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമമാവത്തില്ലേ. എക്സ്പെക്ട് ദ വേർസ്റ്റ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എങ്ങനെയാണ് ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നത്? ഇതുപോലെ ഒരു കുഞ്ഞ്, അഡോപ്ഷൻ, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കുഞ്ഞ് വേണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഞാനൊരു ബയോളജിക്കലി ഫീമെയിൽ അല്ല, എനിക്ക് യൂട്രസ് ഇല്ല, എനിക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ബയോളജിക്കൽ ഫീമെയിൽ ആയിരുന്നെങ്കിൽ, എനിക്ക് യൂട്രസ് ഉണ്ടായിരുന്നെങ്കിൽ, അതൊരു ഹെൽത്തി ആയിട്ട് എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ലൈഫിൽ അത് പ്രാക്ടിക്കൽ അല്ല. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ട്രാൻസ് ആയിട്ട് ജനിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അറ്റ് ദി സെയിം ടൈം എനിക്കൊരു കുഞ്ഞെന്ന സാധനം ആലോചിക്കുമ്പോൾ എനിക്കൊരു ബയോളജിക്കൽ ഫീമെയിൽ ആയിരുന്നെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുമല്ലോ എന്നൊരു സാധനം എൻ്റെ മനസ്സുകൊണ്ട് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അഡോപ്ഷൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഏതെങ്കിലും ഒരു കാലത്ത് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ആഗ്രഹമുണ്ട്. കുഞ്ഞുണ്ടെങ്കിൽ ഞാനിപ്പം ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്യത്തില്ല. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും. ഒറ്റയ്ക്ക് സിംഗിൾ പാരന്റ് ജീവിക്കും. നല്ലൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാളുടെ കൂടെ ജീവിക്കും. അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കും. അതല്ലാതെ ഞാൻ ഒരിക്കലും ആ കുഞ്ഞുള്ള സമയത്ത് ഞാൻ ഞാൻ വേറെ ആരെയല്ല പറയുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. മറ്റുള്ള ആളുകൾക്ക് കുഞ്ഞുണ്ടെങ്കിലും അവർ വേറെ റിലേഷനിൽ പോകാതിരിക്കുന്നൊക്കെ അവരുടെ കാര്യം. ഞാൻ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കും. ഇതേ ഞാൻ എപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് സംസാരിക്കുമ്പോഴും ഒക്കെ ഇതേക്ക് ഈ പറയുന്ന പോലെ കുട്ടികളെ ഇഷ്ടമാണ്. നിലവിൽ എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേക്ക് ഈ പറയുന്ന പോലെ എപ്പോഴും എന്തായത് ഒരു കുട്ടികളെ ഇഷ്ടമാണ്, കുഞ്ഞുങ്ങളെ വളർത്താൻ ഇഷ്ടമാണ്. മറ്റേ നമ്മൾ ഈ എന്താ പപ്പയുടെ സ്വന്തം അപ്പൂസ് സിനിമയിലെ പോലെ, ശോഭനയിലെ പോലെ മറ്റേ ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും, അതേ കൈൻഡ് ഓഫ് ആ ഒരു പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നത്? ഇതുപോലെ ഒരു കുഞ്ഞ്, അഡോപ്ഷൻ, അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കുഞ്ഞ് വേണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ഞാനൊരു ബയോളജിക്കലി ഫീമെയിൽ അല്ല, എനിക്ക് യൂട്രസ് ഇല്ല, എനിക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു ബയോളജിക്കൽ ഫീമെയിൽ ആയിരുന്നെങ്കിൽ, എനിക്ക് യൂട്രസ് ഉണ്ടായിരുന്നെങ്കിൽ, അതൊരു ഹെൽത്തി ആയിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ലൈഫിൽ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ച് അതിന് വിഷമിക്കുകയോ കുഞ്ഞില്ലല്ലോ അങ്ങനെയൊന്നും എനിക്കില്ല. ആഗ്രഹിച്ചിട്ടുണ്ട്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ട്രാൻസ് ആയിട്ട് ജനിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അറ്റ് ദി സെയിം ടൈം എനിക്കൊരു കുഞ്ഞെന്ന സാധനം ആലോചിക്കുമ്പോൾ എനിക്കൊരു ബയോളജിക്കൽ ഫീമെയിൽ ആയിരുന്നെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുമല്ലോ എന്നൊരു സാധനം എൻ്റെ മനസ്സുകൊണ്ട് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അഡോപ്ഷൻ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. അത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഏതെങ്കിലും ഒരു കാലത്ത് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ ആഗ്രഹമുണ്ട്. ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി അല്ലേ? അതെ അതെ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വീട്ടിലെല്ലാം എനിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ഞാനിപ്പം ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ ഒരിക്കലും എൻ്റെ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്യത്തില്ല. ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും. ഒറ്റയ്ക്ക് സിംഗിൾ പാരന്റ് ജീവിക്കും. നല്ലൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാളുടെ കൂടെ ജീവിക്കും. അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കും. അതല്ലാതെ ഞാൻ ഒരിക്കലും ആ കുഞ്ഞുള്ള സമയത്ത് ഞാൻ ഞാൻ വേറെ ആരെയല്ല പറയുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. മറ്റുള്ള ആളുകൾക്ക് കുഞ്ഞുണ്ടെങ്കിലും അവർ വേറെ റിലേഷനിൽ പോകാതിരിക്കുന്നൊക്കെ അവരുടെ കാര്യം. ഞാൻ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കും. അതിൻ്റെ സിംഗിൾ പാരന്റ് ആയിട്ട് തന്നെ. ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു പേഴ്സണൽ ലൈഫ് ഞാൻ സാക്രിഫൈസ് ചെയ്യും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ദേനെ പറ്റി ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ ശോഭന കുഞ്ഞിനെ കൊണ്ട് പോകുന്ന പോലത്തെ ഒരു രീതിയാ. ദേക്ക് എങ്ങനെയാ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക അല്ലേ? ഡാൻസും പാട്ടും, ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക, പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക, നന്നായിട്ട് ഒരുക്കി, ഒരു പെൺകുഞ്ഞൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരുക്കി കൊടുത്ത്
ആഗ്രഹമുണ്ട്. ഒരു പെൺകുഞ്ഞിനെ ആയിരിക്കുമോ അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി അഡോപ്റ്റ് ചെയ്യുന്നത്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആ, പെട്ടെന്ന് പെൺകുഞ്ഞെന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാ. അല്ല, ഞാൻ പറഞ്ഞതാ, ആ ഒരു സിനിമയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോണ്ട് പറയാണ്. കണ്ണെഴുതി കൊടുക്കാനും ഒരുക്കി കൊടുക്കാനും വളയിടിച്ച് കൊടുക്കാനും ഒക്കെ ആയിട്ട് ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞതാ. കുഞ്ഞെന്ന് പറയുമ്പോ എനിക്കങ്ങനെ ആണ് പെണ്ണ് അങ്ങനൊന്നും ഇല്ല. കുഞ്ഞാണ്. ഞാൻ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേപോലെ സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ്. കുഞ്ഞുങ്ങള് പൊതുവെ ഇപ്പം മറ്റു കുഞ്ഞുങ്ങളാണെങ്കിലും ദേവനോട് പെട്ടെന്ന് അടുക്കുന്ന കൂട്ടത്തിലാണ്. പെട്ടെന്ന് എല്ലാ കുഞ്ഞുങ്ങളും അടുക്കും. അതെനിക്ക് ഭയങ്കര, ഞാൻ എപ്പോൾ പോയി ആരെങ്കിലൊക്കെ എനിക്ക് എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് തരും എനിക്ക് ആദ്യം ഒരു ചിന്ത ഉണ്ടാവും, അയ്യോ അവരുടെ കുഞ്ഞിനെ ഞാൻ എടുത്താൽ പ്രശ്നമാവോ, അതിന് കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷെ അവരായിട്ട് ചില ആൾക്കാർ കൊച്ചിനെ കൊണ്ട് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുതരും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതെ, ഈ പറഞ്ഞ പോലെ ഇപ്പം പല ആളുകളും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകളും ചില സമയത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം. ഇതുപോലെ അവർ എന്താ പറയുക, അതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കുന്നുണ്ട്. ഐ മീൻ അഡോപ്ഷൻ അല്ല, റിയൽ ആയിട്ട് അവരുടേതായിട്ടുള്ളൊരു ബേബിയെ നോക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും എങ്ങനെയാണ്, ഇത് പോസിബിൾ ആകുന്ന കാര്യമാണോ? സറോഗസി വഴി പറ്റുമായിരിക്കുമല്ലോ. അതല്ലാതെ IVF എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂട്രസ് ഇല്ല. എനിക്ക് യൂട്രസ് ഇല്ല. എനിക്കറിയാവുന്ന ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആളുകൾക്കും യൂട്രസ് ഉണ്ടാവില്ല. ബയോളജിക്കൽ അതൊരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. എനിക്കറിയില്ല ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങൾ. ഇനി സറോഗസി ചെയ്യാൻ പറ്റും. പൈസ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ. അതെ, പൈസയാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പൈസ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആക്ടിങ്ങിലോട്ടൊക്കെ വരികയാണെങ്കിൽ എന്താണ്, തിയേറ്റർ ഒരുപാട് ഡ്രാമാസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. മൂവി ഇൻറ്റു സിനിമ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? അങ്ങനെ ലക്ഷ്യമൊന്നും ഭയങ്കരമായിട്ടില്ല. പക്ഷെ ഞാൻ അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴവിൽ ധ്വനിയുടെ പറയാൻ മറന്ന കഥകൾ എന്ന നാടകം ഒരുപാട് സ്ഥലങ്ങളിൽ പെർഫോം ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ 2022 പുറത്തിറങ്ങിയ ഹെവൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഗെറ്റ് സെറ്റ് എ ബേബി എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീനിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അടുത്തൊരു ഫെസ്റ്റിവൽ മൂവിയുടെ ഷൂട്ട് വരുന്ന 24th സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഭയങ്കര സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ നടക്കുന്നില്ല. അത് ഓൺലി ബിക്കോസ് അങ്ങനെ നമ്മളത്ര സ്വപ്നം കണ്ടാലും അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ഫ്ലോയിൽ അങ്ങെല്ലാം വന്നു ചേരുന്നത്, ഗോ വിത്ത് ദ ഫ്ലോ എന്ന് മാത്രം ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എനിക്കൊരു സാധനം കിട്ടിയില്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമമാവത്തില്ലേ. എക്സ്പെക്ട് ദ വേർസ്റ്റ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇപ്പം ഇതുവരെയുള്ള ജീവിതം നോക്കുകയാണെങ്കിൽ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? പെട്ടെന്ന് ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ബാലനും കാണാൻ വേണ്ടി പോയി. ഞാൻ എൻ്റെ സ്പെക്സ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ആ ഒരു മൊമെന്റ് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യും. ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് പോയത്. കാരണം ശ്രുതിയും നാദ്രയും ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവർക്ക് വേറൊരു സിനിമയുടെ പ്രിവ്യൂ ഷോ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഫോറം മാളിലായിരുന്നു. അപ്പോൾ അവർ അങ്ങോട്ട് പോയി. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് ഞാൻ പോകുന്നത്. അപ്പം അവർ പറഞ്ഞ എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച് വിളിച്ചപ്പോൾ സ്പെക്സ് എടുക്കാൻ മറന്നുപോയി. ഞാൻ എന്നിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അയ്യോ സ്പെക്സ് എടുത്തില്ലല്ലോ, എനിക്കിപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ എന്ന് ചിന്തിച്ചപ്പം ഒരു പ്രശ്നം തോന്നി. എനിക്ക് ക്ലിയർ ആയിട്ട് അത്രയും കാണാൻ പറ്റിയില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അത്ര ക്ലിയർ അല്ലായിരുന്നു. ഇതാണ് റിഗ്രറ്റ്, ഏറ്റവും റീസെന്റ് റിഗ്രറ്റ്. ഇത് പറഞ്ഞപ്പോഴേ ഈ റീസെന്റ് കുറെ പോസ്റ്റ് ഒക്കെ കാണാലോ, ദൂരെ നിൽക്കുന്നവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് കാണുന്നില്ല. ചേച്ചി ഞങ്ങളെ മൈൻഡ്, എനിക്ക് സ്പെക്സ് വെക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. ഞാൻ സ്പെക്സ് വെക്കണത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം ലാസിക് സർജറി എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്, ലേസർ അടിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ. എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. കുറച്ച് ദൂരം നിന്നാലും എനിക്കൊരു മനസ്സിലാവത്തേ ഇല്ല ഫേസ്. ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കും. ഇനിയിപ്പോൾ ബുക്സൊക്കെ വായിക്കുകയാണെങ്കിൽ എനിക്ക് സ്പെക്സ് എന്തായാലും നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വായിക്കാൻ പറ്റത്തില്ല. ഇനി സിനിമ കാണുന്ന സമയത്താണെങ്കിൽ സ്പെക്സ് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇച്ചിരി ഭംഗിയിൽ നല്ല ക്ലാരിറ്റിയിലേക്ക് ഇരുന്ന് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് കാണാൻ പറ്റത്തില്ല. കുറച്ച് ദൂരെ നിന്നുള്ളൊരു ഷോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കണം, അതിപ്പോൾ ആരായിരിക്കും വെറുതെ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാക്കും അന്തയാണെന്നല്ല പറയുന്നത്, വിഷന്റെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും റിഗ്രറ്റ് ചോദിച്ചോണ്ട് അങ്ങനെ ഒരു കാര്യം കിട്ടി. അല്ല, ഞാനിത് എനിക്ക് വിഷന്റെ പ്രശ്നം ഉണ്ടെന്നാണ് ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. ഞാൻ സെമി പെർമനന്റ് മേക്കപ്പ് സാധനങ്ങൾ പഠിക്കാനായിട്ട് പോയ സമയത്താണ് എനിക്ക് ഐലാഷ് എക്സ്റ്റൻഷൻ വെക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എനിക്ക്, കാരണം ഒരു ലാഷിന്റെ ഇതിന്റെ മുകളിലാണ് അടുത്ത് നമ്മൾ എക്സ്റ്റൻഷൻ വെക്കുന്നത്. അപ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ
അങ്ങനെയാണ് ഞാൻ പോയി കണ്ണ് പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്, സൈനസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം കണ്ണും ടെസ്റ്റ് ചെയ്തപ്പോൾ കാഴ്ചക്കുറവുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട് സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്കെന്താ ക്ലിയർ ആവാത്ത. ഞാൻ കണ്ണ് തിരുമയൊക്കെ ചെയ്യും. എനിക്കറിയത്തില്ലായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട്. ഇപ്പം എന്താണ് റിഗ്രറ്റ്. അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എന്തായാലും തിരിച്ചു ചെല്ലുമ്പോഴേക്ക് എൻ്റെയും നമ്മുടെ ചാനലിലെയും വക പേരൻസിന് ഒരു ബിഗ് ഹഗ് കൊടുക്കണം കേട്ടോ. ഭയങ്കര സന്തോഷം നൂറിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്തിരുന്നിട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും നമ്മളിങ്ങനെ സംസാരിക്കുന്നത്, കാഷ്വലായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും രസകരമായിട്ട് സംസാരിക്കുന്ന രണ്ടുപേര്. കുറച്ച് അഭിനയിച്ചോ നമ്മള്? ഇല്ല, അല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ ഫുള്ള് മറ്റേ മ്യൂട്ടും ബീപ്പൊക്കെ അടിക്കേണ്ടി വരും. അതെ അതെ, അല്ലാതെ ഞങ്ങള് മ്യൂട്ടും ബീപ്പൊക്കെ അടിക്കേണ്ടി വരും സംസാരിക്കുമ്പോൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ദയ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.